വയനാട്ടിലെ പനമരം പഞ്ചായത്ത് LDF മുന്നണിക്ക് നഷ്ടപ്പെട്ടത് 2 ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു. ഇപ്പോഴത്തെ മറ്റൊരു പഞ്ചായത്ത് ഭരണം കൂടി നഷ്ടപ്പെടുകയാണ് CPM-ന് അഥവാ ഇടതു മുന്നണിക്ക്. പത്തനംതിട്ട ജില്ലയിലാണ് CPM-നെ ഞെട്ടിച്ച സംഭവം ഉണ്ടായിരിക്കുന്നത്. കോൺഗ്രസ് അംഗങ്ങളുടെ പിന്തുണയോടെ തൊട്ടപ്പുഴശ്ശേരി പഞ്ചായത്തിലെ CPM വിമതർ ഭരണത്തിൽ വന്നിരിക്കുകയാണ്. അഡ്വക്കേറ്റ് R. കൃഷ്ണകുമാർ പ്രസിഡന്റും സിസിലി തോമസ് വൈസ് പ്രസിഡന്റുമായി തെരഞ്ഞെടുക്കപ്പെട്ടു. CPM ജില്ലാ സെക്രട്ടറി നൽകിയ വിപ്പ് ലംഘിച്ച് അവിശ്വാസ പ്രമേയത്തിൽ വോട്ട് ചെയ്തതിന് സസ്പെൻഡ് ചെയ്യപ്പെട്ട 4 അംഗങ്ങളിൽ ഉൾപ്പെട്ടവരാണ് ഇരുവരും. കഴിഞ്ഞ ദിവസം പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ R. കൃഷ്ണകുമാറിന് 7 വോട്ടുകൾ ലഭിച്ചപ്പോൾ BJP സ്ഥാനാർത്ഥിയായ K. പ്രജീഷിനും CPM സ്ഥാനാർത്ഥി അജിത T. ജോർജിനും 3 വോട്ടുകൾ വീതമാണ് ലഭിച്ചത്. തുടർന്ന് നടന്ന വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലും CPM തോറ്റു. CPM വിമത സ്ഥാനാർത്ഥി സിസിലിക്ക് 7ഉം ഇടത് സ്ഥാനാർത്ഥിയായ ഷെറിൻ റോയ്ക്ക് 3ഉം BJP സ്ഥാനാർത്ഥിയായ രശ്മിക്ക് 2 വോട്ടുകളാണ് ലഭിച്ചത്. കഴിഞ്ഞ മാസം 19-ന് പഞ്ചായത്തിൽ നടന്ന അവിശ്വാസ പ്രമേയത്തിൽ പ്രസിഡന്റ് CS ബിനോയും വൈസ് പ്രസിഡന്റ് ഷെറിൻ റോയും പുറത്തായിരുന്നു. ഇതിന് പിന്നാലെ സ്ഥിരം സമിതി അധ്യക്ഷനായ കൃഷ്ണകുമാറിന് പ്രസിഡന്റ് ചുമതല ലഭിച്ചതും പാർട്ടിക്ക് തിരിച്ചടിയായി. 5 അംഗങ്ങളുള്ള CPM-ലെ 4 അംഗങ്ങൾ അന്ന് ജില്ലാ സെക്രട്ടറിയായിരുന്ന KP ഉദയഭാനു നൽകിയ വിപ്പ് ലംഘിച്ച് കോൺഗ്രസിലെ 3 അംഗങ്ങളുടെ പിന്തുണയോടെ 2 അവിശ്വാസ പ്രമേയം വിജയിപ്പിച്ചു. പാർട്ടി വിപ്പ് ലംഘിച്ചതിനെ തുടർന്ന് പാർലമെന്ററി നേതാവും പാർട്ടി ലോക്കൽ കമ്മിറ്റി അംഗവുമായ അഡ്വക്കേറ്റ് R. കൃഷ്ണകുമാർ, നെടുംപ്രയാർ ബ്രാഞ്ച് സെക്രട്ടറിയായ റിൻസിൻ K. രാജൻ, ബ്രാഞ്ച് കമ്മിറ്റി അംഗങ്ങളായ സിസിലി തോമസ്, റീന തോമസ് എന്നിവരെ പാർട്ടിയിൽ നിന്നും 1 വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്തിരുന്നു. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന അജിത T. ജോർജിന് വോട്ട് നൽകി തങ്ങൾ പറയുന്നത് അനുസരിക്കണമെന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട അംഗങ്ങൾക്ക് CPM ജില്ലാ സെക്രട്ടറി വിപ്പ് നൽകിയിരുന്നുവെങ്കിലും അത് പാലിക്കപ്പെട്ടില്ല. പാർട്ടിയുടെ ഔദ്യോഗിക പ്രസിഡന്റ് സ്ഥാനാർത്ഥിക്ക് 2 സ്വതന്ത്രരുടെ അടക്കം 3 വോട്ടുകൾ മാത്രമാണ് കിട്ടിയത്. 13 അംഗ പഞ്ചായത്തിൽ CPM 5, UDF 3, BJP 3, സ്വതന്ത്രർ 2 എന്നിങ്ങനെയായിരുന്നു കക്ഷിനില. ഇപ്പോൾ വിമതരെ മുൻനിർത്തി ഭരണം പിടിച്ചെടുത്തിരിക്കുകയാണ് UDF.